3 പ്രാവശ്യം കുനിഞ്ഞ് ആചാരം ചെയ്ത് പരിശുദ്ധ ത്രിത്വത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഭക്തിയാദരവോടെയാണ് വൈദികൻ അൾത്താരയെ സമീപിക്കുന്നത്. താൻ പാപിയായിരുന്നിട്ടും ദൈവം കാരുണ്യപൂർവം തന്നെ യോഗ്യനാക്കി എന്ന് വൈദികൻ വിനയത്തോടെ ഏറ്റുപറയുന്നു. ദൈവജനത്തിന്റെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ലോകം മുഴുവന്റെയും അനുരഞ്ജനത്തിനും എല്ലാ സഭകളുടെയും സമാധാനത്തിനും ശാന്തിക്കും വേണ്ടിയാണ് വൈദികൻ ഈ ബലി അർപ്പിക്കുന്നത്. വൈദികൻ അൾത്താരയുടെ മധ്യത്തിലും ഇരുവശങ്ങളിലും ചുംബിക്കുമ്പോൾ ദൈവത്തിന്റെ സിംഹാസനത്തെയും കബറിടത്തെയും കർത്താവിനെ തന്നെയുമാണ് ചുംബിക്കുന്നത്. ദൈവസന്നിധിയിൽ ജനത്തിനു വേണ്ടി നിലകൊള്ളുന്ന പുരോഹിതൻ തന്റെ അയോഗ്യത മനസ്സിലാക്കി ആരാധനാ സമൂഹത്തിന്റെ പ്രാർത്ഥന യാചിക്കുന്നു. തുടർന്നു വരുന്ന പ്രാർത്ഥനകളിലെല്ലാം തന്നെ ദൈവം വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നന്ദി പറയുകയാണ്. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളെ പ്രണമിച്ചു നിന്നുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ചൊല്ലുന്ന ഈ പ്രാർത്ഥനയിൽ പാപികളും അയോഗ്യരുമായ നമുക്ക് നൽകിയ ദാനങ്ങൾക്ക് നന്ദി പറയുകയാണ്. അൾത്താര ചുംബിക്കുന്നത് വൈദികന്റെ ദൈവത്തോടുള്ള അനന്തമായ സ്നേഹത്തെ കാണിക്കാൻ വേണ്ടിയാണ്. ദിവ്യബലിയിൽ നമ്മൾ സമാധാനം ആശംസിക്കുമ്പോൾ മിശിഹ തന്നെയായ യഥാർത്ഥ സമാധാനത്തെ തന്നെയാണ് നമ്മൾ സ്വീകരിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത്. പരസ്പരം സമാധാനം ആശംസിക്കുന്നത് പരസ്പരം കുറ്റങ്ങൾ ക്ഷമിച്ച് വെറുപ്പും വിദ്വേഷവും നീക്കി സ്നേഹവും ഐക്യവുമുള്ള ഒരേ ഹൃദയത്തോടും ഒരേ ആത്മാവോടും കൂടെ സമൂഹം ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ്. ശോശപ്പ ദിവ്യരഹസ്യങ്ങൾക്ക് ചുറ്റുമായി വളച്ചു വയ്ക്കുന്നത് പട്ടുവസ്ത്രം കൊണ്ട് കർത്താവിന്റെ തിരുശരീരം പൊതിഞ്ഞതിനെ സൂചിപ്പിക്കുന്നു. ദിവ്യരഹസ്യങ്ങളുടെ മേൽ ധൂപാർപ്പണം നടത്തുമ്പോൾ പരിമള തൈലം കൊണ്ട് ഈശോയുടെ തിരുശരീരം പൂശിയതിനെയും പരിശുദ്ധ ത്രിത്വത്തോടുള്ള ബഹുമാനത്തെയും സൂചിപ്പിക്കുന്നു. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. കാർമ്മികനും സമൂഹവും ചേർന്ന് സംഭാഷണ ശൈലിയിൽ നടത്തുന്ന ഈ പ്രാർത്ഥന ഭക്തിപൂർവം പങ്കെടുക്കേണ്ട ഒരു രഹസ്യമാണ് വിശുദ്ധ കുർബാന എന്ന് സൂചിപ്പിക്കുന്നു. നമ്മുടെ ഹൃദയ വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്വർഗത്തിലായിരിക്കുന്നത് പോലെ നമ്മൾ വർത്തിക്കണമെന്നും നമ്മോട് ആഹ്വാനം ചെയ്യുന്നതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാന ദൈവത്തിനർപ്പിക്കുന്ന ഏറ്റവും സ്വീകാര്യമായ ബലിയാണ് എന്ന ആശയത്തെ മനസ്സിലാക്കി തരികയും ചെയ്യുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു.
മാലാഖമാരോട് ചേർന്ന് ദൈവത്തെ പാടി സ്തുതിക്കുവാൻ ആരാധനാ സമൂഹത്തെ പുരോഹിതൻ ക്ഷണിക്കുകയാണിവിടെ. ദൈവത്തെ പാടി പുകഴ്ത്തുവാനുള്ള കാർമ്മികന്റെ ക്ഷണത്തിന് ആരാധനാ സമൂഹം നൽകുന്ന പ്രത്യുത്തരമാണ് പരിശുദ്ധൻ എന്ന ഈ കീർത്തനം. ചുരുക്കത്തിൽ പഴയ നിയമത്തിൽ ആരംഭം കുറിച്ചതും പുതിയ നിയമത്തിൽ സാക്ഷാത്കരിച്ചതും യുഗാന്ത്യത്തിൽ പൂർത്തീകരിക്കുന്നതുമായ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയെ സ്വർഗവും ഭൂമിയും ചേർന്ന് പാടി പുകഴ്ത്തുന്നതാണ് പരിശുദ്ധൻ എന്ന ഈ കീർത്തനം. കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കൂദാശ ഭാഗത്തിന്റെ ഹൃദയഭാഗത്തേക്ക് പ്രവേശിക്കുന്ന ഈ സന്ദർഭത്തിൽ പുരോഹിതൻ തന്റെ അയോഗ്യത മനസ്സിലാക്കി സമൂഹത്തിന്റെ മുഴുവൻ പ്രാർത്ഥന യാചിക്കുകയാണ് ഇവിടെ. വിശുദ്ധ കുർബാനയുടെ പ്രധാന ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. തിരുവത്താഴ വേളയിൽ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ. ശരീരത്തിന്മേലും രക്തത്തിന്മേലും പ്രത്യേകം പ്രത്യേകം സ്ഥാപനവാക്യങ്ങൾ ചൊല്ലുന്നത് കർത്താവിന്റെ മരണത്തെ സൂചിപ്പിക്കുന്നു. വിശുദ്ധ കുർബാന സ്ഥാപന വിവരണത്തിൽ 4 ഭാഗങ്ങളാണുള്ളത്. 1, അന്ത്യ അത്താഴത്തിന്റെ പശ്ചാത്തല വിവരണം. 2, തിരുശരീരത്തിന്മേലുള്ള മൊഴികൾ. 3, തിരുരക്തത്തിന്മേലുള്ള മൊഴികൾ. 4, കൽപ്പനാനുസ്മരണം. ഈശോ ചെയ്ത 4 കാര്യങ്ങളാണ് നാം ഇവിടെ അനുസ്മരിക്കുക. അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി വിഭജിച്ച് ജനങ്ങൾക്ക് കൊടുക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇതു പാപമോചനത്തിനാ നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടും എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ.